ദിവസമായി ഇപ്പോഴും രാഹുലിനെ പറ്റി ഒരു വിവരവുമില്ല. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഈ നടുപ്പുടിയിലേക്ക് കടന്നു എന്നൊക്കെ വളരെ കൃത്യമായ ബ്ലൂ പ്രിന്റ് കേരള പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷേ രാഹുൽ മാത്രമില്ല. ശ്യാമ, അത് തന്നെയാണ്. ഈ രാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കേരള പോലീസിന് കൃത്യമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് എന്തുകൊണ്ട് ഇതുവരെ കടക്കുന്നില്ല എന്നുള്ള ചോദ്യം ശക്തമായി ഉയരുന്നു എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP നേതാക്കളൊക്കെ പറഞ്ഞത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ചർച്ചയാവാതിരിക്കുന്നതിന് വേണ്ടി രാഹുലിൻ്റെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്നുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പാലക്കാട് കുന്നത്തൂർ മേടിലുള്ള രാഹുലിൻ്റെ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ നിന്ന് വൈകിട്ട് ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ രാഹുൽ അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം ഒരു ചുവന്ന പോളോ കാറിലാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം കെയർ ടേക്കർ തന്നെ ആ കാർ അവിടെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ആ ചുവന്ന പോളോ കാറിൽ ആ ഫ്ലാറ്റിൽ നിന്ന് കുന്നത്തൂർ മേട്ടിലെ ഫ്ലാറ്റിൽ നിന്ന് രാഹുൽ പുറത്തേക്ക് ഇറങ്ങി ആദ്യം ചെല്ലുന്നത് ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്കാണ്. ആ സുഹൃത്തിൻ്റെ അടുത്ത് നിന്നും പിന്നീടാണ് കടന്നു കളയുന്നതിന് വേണ്ടി കൊഴിഞ്ഞാമ്പാറ വഴി തമിഴ്നാട് ഭാഗത്തേക്ക് കടന്നു ചെന്നിരിക്കുന്നത്. അതിൽ തന്നെ നടുപ്പുണി ചെക്ക് പോസ്റ്റ്, ഈ ഭാഗത്തൊക്കെ ധാരാളം CCTV ക്യാമറ ഉണ്ട്. അതുകൊണ്ട് തന്നെ നടുപ്പുണി ചെക്ക് പോസ്റ്റ് എത്തിയ സമയത്ത് അവിടെ നിന്നും CCTV ക്യാമറകളില്ലാത്ത വഴി നോക്കി അതേ സഞ്ചരിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട് എത്തിയതിനു ശേഷം ഈ ചുവന്ന പോളോ കാർ ഉപേക്ഷിക്കുകയും പിന്നീട് മറ്റൊരു വാഹനത്തിൽ കയറിയാണ് അവിടെ നിന്നും രാഹുൽ മുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നലെ ആണെങ്കിൽ ബാഗലൂരിന് സമീപം കണ്ടെത്താൻ രാഹുലിനെ കണ്ടു എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് പിന്നീട് ഓടി മാഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഏതായാലും തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ കർണാടകയുടെയും അതിർത്തി പ്രദേശത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടും കർണാടകയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബംഗളൂരുവിലാണെങ്കിൽ രാഹുലിന് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നിരവധി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നൊക്കെ അന്വേഷണ സംഘം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും രാഹുലിൻ്റെ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വളരെ ഗൗരവമായിട്ടുള്ള മറ്റൊരു പരാതി കൂടി രാഹുലിനെതിരെ വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലെങ്കിലും ഇന്നലെ രാത്രിയോടെങ്കിലും രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷിച്ചിരുന്നു പലരും. പക്ഷേ ഇന്നലെയും രാത്രിയും രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നാണെങ്കിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്നു. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് അടുത്തത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അഥവാ ഒരുപക്ഷെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിലെങ്കിലും ഈ പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ എന്നുള്ളതാണ്. അതോ ഇങ്ങനെ അറസ്റ്റ് നീട്ടിക്കൊണ്ടേ പോകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ പ്രതിരോധമായി മാറിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ രാവിലെയൊക്കെ പാലക്കാട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് VK ശ്രീകണ്ഠൻ MP വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. രാവിലെ VK ശ്രീകണ്ഠൻ MP മാധ്യമങ്ങളെ കാണും പ്രതികരിക്കുമെന്നൊക്കെയായിരുന്നു ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ രാവിലെ മാധ്യമങ്ങൾ എത്തിയപ്പോഴേക്കും MP വീട്ടിൽ നിന്നും സ്ഥലം വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. DCC പ്രസിഡന്റ് AS തങ്കപ്പനാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ ഒരു അഴകുഴമ്പൻ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതുമുണ്ട്. ഇന്നാണെങ്കിൽ പാലക്കാട്ടേക്ക് ഷാഫി പറമ്പിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പാലക്കാട് എത്തുന്നുണ്ട്. ഈ നേതാക്കൾക്കൊക്കെ ഇവരാണ് ഈ രാഹുലിനെ പാലക്കാട് കൊണ്ടു നടന്ന് ഓരോ വീടുകളിലും കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തുകയും പാലക്കാട് MLA ആക്കിയതും ഒക്കെ അതിനൊക്കെ നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഷാഫി പറമ്പിലൊക്കെ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെ തുടർച്ചയായി രാഹുലിനെതിരെ ഓരോ യുവതികൾ പരാതിയുമായിട്ട് എത്തുമ്പോൾ തീർച്ചയായും അത്രത്തോളം നിർണായകമാണ് അരുൺ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്, രാഹുൽ എവിടെ എന്നതാണ്. ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ബ്ലൂ പ്രിന്റ് ഒക്കെ കേരള പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷേ രാഹുൽ മാത്രമില്ല.